തൃപ്പൂണിത്തുറ പേട്ടയിൽ വെള്ളക്കെട്ടിൽ കാനയിൽ ഒരു കാർ വീണ കാഴ്ച മുമ്പ് കണ്ടിരുന്നു. സിജോ വീണ്ടും ചെല്ലുന്നു. സിജോ, ഈ കാർ എങ്ങനെയാണ് വീണത് കാനയിൽ? അജിംസ്, രാവിലെ തന്നെ ഈ കാറ് കാനയിൽ വീണു എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകിയിരുന്ന ഒരു വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ എത്തിയതും. അതായത് ഈ വഴി അറിയാതെ ഗൂഗിൾ മാപ്പ് നോക്കി സ്ഥലത്തേക്ക് വന്ന ഒരു കാറാണ് അപകടത്തിൽപ്പെട്ടത്. യൂബർ ടാക്സിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാറ് ഈ ദിശ അറിയാതെ ആ വഴിയിലേക്ക് കയറുകയായിരുന്നു. വെള്ളക്കെട്ട്, റോഡിൽ നിറയെ വെള്ളമായിരുന്നു. പ്രധാനപ്പെട്ട ഒരു റോഡല്ല, ഒരു ഇട റോഡായിരുന്നു. ആ റോഡിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കാനയുണ്ട്. കാന കവിഞ്ഞ വെള്ളം, റോഡും കാനയും തിരിച്ചറിയാനാകാത്ത വിധം വെള്ളം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. ആ സ്ഥിതിവിശേഷം അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡ്രൈവർക്ക് ഈ റോഡ് തിരിച്ചറിയാനാകാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കാനയിലേക്ക് കാറ് പതിക്കുകയായിരുന്നു. വാഹനത്തിനുള്ളിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. വളരെ പണിപ്പെട്ടാണ് ഈ ഡ്രൈവർ ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതായത് ഈ അപകടത്തിൽപ്പെടുമ്പോൾ തന്നെ ഈ കാറിൻ്റെ ഒരു വശത്തെ ഗ്ലാസ്, മുൻഭാഗത്തെ ഒരു വശത്തെ ഗ്ലാസ് താഴ്ത്തിയിരുന്നു. ആ താഴ്ത്തിയ ഗ്ലാസ്സിലൂടെ, ആ വിടവിലൂടെ അദ്ദേഹം പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയും അവിടുന്ന് മതിലിൽ പിടിച്ചു കയറി സമീപത്തെ വീട്ടുകാരെ വിവരം അറിയിക്കുകയുമായിരുന്നു. അങ്ങനെ നാട്ടുകാരുടെ സഹായത്തോടുകൂടി തന്നെയാണ് പിന്നീട് ഈ കാറ് അല്പസമയം മുമ്പ് പുറത്തേക്ക് ഉയർത്താനായത്. എന്തായാലും ഈ നാട്ടുകാർ വളരെയധികം ശ്രമം നടത്തി എന്നുള്ളതാണ്. കാരണം നല്ല ആഴമുള്ള ഒരു കാന തന്നെയാണ്. ആ കാനയിൽ ഇറങ്ങിയും വടം കെട്ടി ഈ യന്ത്രസഹായത്തിൽ, അത് JCB എല്ലാം ഉപയോഗിച്ച് ഈ കാറ് അവിടെ നിന്ന് ശ്രമകരമായി തന്നെ പുറത്തേക്ക് ഉയർത്തി. നാട്ടുകാർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, യാതൊരുവിധ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഈ സ്ഥലത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇടുങ്ങിയ റോഡാണോ, അല്ലെങ്കിൽ കാനയുണ്ട്, അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള ഇടങ്ങൾ എന്ന് തുടങ്ങിയ പല മുന്നറിയിപ്പ് ബോർഡുകളും മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഇല്ലാത്തതിൻ്റെ പേരിൽ പല വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടാറുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായി വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം, മഴയൊന്ന് ഒരു മണിക്കൂറെങ്കിലും മഴ പെയ്ത് നിന്നാൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് തന്നെ ഈ ചെളിയെല്ലാം ഒന്ന് അടിഞ്ഞ് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ പ്രദേശങ്ങളെല്ലാം തന്നെ മരടിലായാലും, മരട് പേട്ട റോഡിലായാലും, തൃപ്പൂണിത്തുറയായാലും, കളമശ്ശേരിയിലായാലും പല ഭാഗങ്ങളിലും നമ്മൾ പോയതാണ്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടുകൾ അതിരൂക്ഷമായി തന്നെ തുടരുന്നു. രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത്, അതായത് എടപ്പള്ളി ടോൾ ഭാഗത്ത് ബസ് സ്റ്റോപ്പിലേക്ക് പോലും കടക്കാനാകാത്ത വിധത്തിൽ വെള്ളക്കെട്ടുകൾ രൂക്ഷമായിരുന്നു. കളമശ്ശേരിയിൽ പല ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലും മരടിലും ഏരൂർ മേഖലയിലെല്ലാം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം, ഈ ഓടകൾ സമയബന്ധിതമായി ശുചിയാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഓടകൾ കരകവിഞ്ഞൊഴുകുന്ന വെള്ളം റോഡിലേക്ക് കൂടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് പകർച്ചവ്യാധികളടക്കം പടർന്നു പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അത്തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ പെടുന്ന ഒരു ആശങ്ക അതിങ്ങനെ നിലനിൽക്കുന്നു. എലിപ്പനി, ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അത് പടർന്നു പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ വെള്ളം എല്ലാം തന്നെ, ഈ അഴുക്ക് വെള്ളം എല്ലാം തന്നെ റോഡുകളിലേക്കും ഒപ്പം തന്നെ വീടുകളിലേക്കും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയെ തന്നെ നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. മഴക്കാലമായും മഴക്കെടുതികൾ രൂക്ഷമായി തുടരുന്നതിനിടയിലും എറണാകുളം ജില്ലയിലെ പല ഭാഗങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി തന്നെ തുടരുന്നു എന്നുള്ളതും ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ, വീടുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. റോഡുകളിൽ, ദേശീയപാതയിൽ ഇടപ്പള്ളിയിലും കളമശ്ശേരിയിലും കലൂരും പാലാരിവട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം സാധാരണഗതിയിൽ തന്നെ എറണാകുളം നഗരത്തിലെ പല ഭാഗങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. മഴ കൂടി തുടങ്ങിയതോടെ, മഴ കൂടി കനത്താൽ അത് ഇരട്ടിയാകും. വാഹനാപകടങ്ങളും അതിനനുസരിച്ച് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇത്തരത്തിൽ മഴക്കെടുതികൾ രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ജില്ലയിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ കൃഷിനാശം ഉൾപ്പെടെയുള്ളവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നാശം മുമ്പും ഉണ്ടായിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥിതിവിശേഷമുണ്ട്. തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഉണ്ട്. അതിൻ്റെതായ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക, മഴ ഇത്രമാത്രം പെയ്യുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് എങ്കിൽ വീണ്ടും ഒരു ആശങ്കയെ നിലനിൽക്കുന്നത് ഇടുക്കി, എറണാകുളം ജില്ലകളിലെ ചെറു ഡാമുകളിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ പെരിയാർ, അതുപോലെ തന്നെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ വീണ്ടും സ്ഥിതി സങ്കീർണമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. എന്തായാലും മതിയായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ വീടുകളിൽ വെള്ളം കയറുന്നതും, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലാകുന്നതും, റോഡുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതും, ഗതാഗതക്കുരുക്കുകൾ ഉണ്ടാകുന്നതും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോഴും ഉണർത്തുന്നുണ്ട് എന്നതാണ് വസ്തുത. അജീസ്.